നമസ്കാരം. മലയാളി വാർത്ത പ്ലസിലേക്ക് സ്വാഗതം. പശ്ചിമേഷ്യൻ സാഹചര്യം കൂടുതൽ വഷളാവുകയാണ്. ഗൾഫ് രാജ്യങ്ങളുടെ മധ്യസ്ഥതയിൽ നടക്കുന്ന സമാധാന ശ്രമങ്ങളിൽ നിന്ന് ഇറാൻ പൂർണ്ണമായി പിന്മാറിയതായിട്ടാണ് സൂചന. പിന്നാലെ ഇറാൻ ആക്രമണവും ആരംഭിച്ചു. കുവൈറ്റിലേക്കും ബഹ്റൈനിലേക്കും മിസൈൽ ആക്രമണം നടത്തിക്കൊണ്ടാണ് ഇറാൻ യുദ്ധസന്നദ്ധത പ്രഖ്യാപിച്ചിരിക്കുന്നത്. കുവൈറ്റും ബഹ്റൈനും മിസൈലുകളെ പ്രതിരോധിച്ചെന്നും ഇറാൻ കേന്ദ്രങ്ങളിൽ ആക്രമണം നടത്തി തിരിച്ചടിച്ചെന്നും US സെൻട്രൽ കമാൻഡും അറിയിക്കുന്നുണ്ട്. ഇറാന്റെ ഭാഗമായ ഖേഷൻ ദ്വീപിലെ IRGCയുടെ ഗ്രൗണ്ട് കൺട്രോൾ സ്റ്റേഷനാണ് അമേരിക്ക ആക്രമിച്ചത്. ഇതോടെ ആഴ്ചകൾ നീണ്ട വെടിനിർത്തലിന് അവസാനം കുറിക്കുകയാണ്. യുദ്ധം അവസാനിപ്പിക്കാനും സമാധാനം ഉറപ്പാക്കാനും കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി അമേരിക്ക ശ്രമിച്ചു വരികയായിരുന്നു. എന്നാൽ ഇറാൻ വിട്ടുവീഴ്ചയില്ലാത്ത നിലപാട് സ്വീകരിച്ചതിനെ തുടർന്ന് ചർച്ചകൾ പരാജയപ്പെടുകയായിരുന്നു എന്നാണ് സൂചന. ഇതോടെ ഇപ്പോഴത്തെ പരമോന്നത നേതാവ് മുജ്തബ ഖമൈനിയെ വേട്ടയാടാൻ അമേരിക്ക തയ്യാറെടുക്കുന്നു എന്നും സൂചനയുണ്ട്. മുജ്തബ ഖമൈനി ജീവിച്ചിരിപ്പുണ്ടെന്നും ചർച്ചകളിൽ സജീവമായി ഇടപെടുന്നുണ്ടെന്നും കഴിഞ്ഞ ദിവസം അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി പ്രസ്താവിച്ചത് ഇതിൻ്റെ സൂചനയാണ്. മുജ്തബ കൊല്ലപ്പെട്ടുവെന്നാണ് അമേരിക്ക നേരത്തെ പറഞ്ഞിരുന്നത്. എന്നാൽ അദ്ദേഹം പരിക്കേറ്റ് ചികിത്സയിലാണെന്നും അതീവ സുരക്ഷാ കേന്ദ്രത്തിൽ പാർപ്പിച്ചിരിക്കുകയാണെന്നും പിന്നീട് അമേരിക്കൻ ഇൻ്റലിജൻസ് മനസ്സിലാക്കുകയായിരുന്നു. കനത്ത സുരക്ഷയാണ് മുജ്തബയ്ക്ക് ഇറാൻ വിപ്ലവസേന നൽകിയിരിക്കുന്നത്. ഉന്നത സൈനിക ഉദ്യോഗസ്ഥർക്ക് പോലും അദ്ദേഹം എവിടെയാണെന്ന് അറിയില്ല. സങ്കീർണമായ രഹസ്യ ശൃംഖലയിലൂടെയാണ് അദ്ദേഹം ആശയവിനിമയം നടത്തുന്നത്. അമേരിക്കയുടെയും ഇസ്രായേലിൻ്റെയും പേരുകേട്ട രഹസ്യാന്വേഷണ ഏജൻസികൾക്ക് പോലും മുജ്തബ എവിടെയാണ് എന്നുള്ളതിനെക്കുറിച്ച് വിവരങ്ങളില്ല. എന്നാൽ യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഇറാനിൽ ഭരണമാറ്റം നടപ്പിലാക്കിയേ തീരൂ എന്ന അവസ്ഥയിലാണ് അമേരിക്കയും ഇസ്രായേലും. ചുരുങ്ങിയ പക്ഷം ആണവായുധങ്ങൾ പിടിച്ചെടുക്കുകയെങ്കിലും വേണം. അല്ലാത്ത പക്ഷം ലോകം മറ്റൊരു ആണവ സ്ഫോടനം കാണേണ്ടി വരും. ഇസ്രായേൽ ഒരുപക്ഷെ തുടച്ചു നീക്കപ്പെടും. പശ്ചിമേഷ്യൻ സംഘർഷം ഇങ്ങനെ കൂടുതൽ സങ്കീർണമാവുകയാണ്. ഇറാൻ എങ്ങനെയാണ് ഇപ്പോഴും അപകടകാരിയായി മാറുന്നത്? ആ രാജ്യം ഭരിക്കുന്ന ഇസ്ലാമിക ഭരണകൂടത്തിൻ്റെ ലക്ഷ്യം ഇസ്രായേലിനെ തുടച്ചു നീക്കുക എന്നതാണ്. അതിനാണ് അവർ ആണവായുധം നിർമ്മിച്ചുകൊണ്ടിരിക്കുന്നത്. ആ രാജ്യം പരസ്യമായി തന്നെ അത് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഇത് ഇറാൻ വെറുതെ ഒരു ബഡായി പറയുന്നതല്ല. അന്താരാഷ്ട്ര ആണവോർജ ഏജൻസിയോട് ഇറാൻ ഔദ്യോഗികമായി അറിയിച്ചിരിക്കുന്നത് യുറേനിയം സമ്പുഷ്ടീകരണം നടത്തുന്നത് ഊർജ ആവശ്യങ്ങൾക്ക് വേണ്ടി എന്നാണ്. എന്നാൽ പെട്രോളിയവും പ്രകൃതിവാതകവും കൊണ്ട് സമ്പന്നമായ ഇറാന് ആണവ ഊർജ നിലയങ്ങൾ ഒരു അത്യാവശ്യമല്ല. മാത്രമല്ല, നിലവിൽ ഇറാൻ്റെ കയ്യിലുള്ളത് ഏതാണ്ട് 450 കിലോഗ്രാമോളം വരുന്ന യുറേനിയമാണ്. അത് ഏതാണ്ട് 60% അവർ സമ്പുഷ്ടീകരിച്ചു കഴിഞ്ഞു. ഊർജ ആവശ്യങ്ങൾക്കാണെങ്കിൽ 20% സമ്പുഷ്ടീകരിക്കപ്പെട്ട യുറേനിയം മതി. ഇത് ഇറാൻ്റെ ലക്ഷ്യം എന്താണ് എന്ന് വ്യക്തമാക്കുന്ന വളരെ വ്യക്തമായ ഒരു സൂചനയാണ്. ഈ യുറേനിയം സമ്പുഷ്ടീകരണം 90% ആയാൽ ബോംബ് നിർമ്മിക്കാം. അതിന് ഇറാൻ ഇനി അധികം സമയം വേണ്ടിവരില്ല. യുദ്ധം ഇവിടെ നിർത്തി അമേരിക്ക തിരിച്ചുപോയാൽ ഇന്നല്ലെങ്കിൽ നാളെ ഇറാൻ ആണവായുധം പ്രയോഗിച്ച് അയത്തുള്ള ഖമനയുടെ കൊലപാതകത്തിന് പകരം വീട്ടും. ഇത് ലോകരാജ്യങ്ങൾക്കൊന്നാകെ ഭീഷണിയാവുകയും ചെയ്യും. എണ്ണ വിപണിയിലെ അനിശ്ചിതത്വം മാത്രമല്ല, ഇറാൻ ഉയർത്തുന്ന ആണവ ഭീഷണിയാണ് പശ്ചിമേഷ്യൻ സംഘർഷത്തിൻ്റെ യഥാർത്ഥ സങ്കീർണത. ഇതൊഴിവാക്കാനാണ് അമേരിക്ക ഇറാൻ്റെ കയ്യിലുള്ള സമ്പുഷ്ടീകരിച്ച യുറേനിയം മറ്റൊരു രാജ്യത്തിലേക്ക് മാറ്റണം എന്ന് ആവശ്യപ്പെടുന്നത്. ഈ യുറേനിയം നശിപ്പിക്കാനാണ് കഴിഞ്ഞ ജൂണിൽ അമേരിക്ക ബങ്കർ ബസ്റ്റർ ബോംബുകൾ ഉപയോഗിച്ച് ഇറാനിലെ ആണവ കേന്ദ്രങ്ങൾ ആക്രമിച്ചത്. ലഭ്യമായ വിവരങ്ങൾ അനുസരിച്ച് ഇറാൻ യുറേനിയം സൂക്ഷിച്ചിരിക്കുന്നത് പ്രധാനമായും 3 കേന്ദ്രങ്ങളിലാണ്. ഇസ്ഫഹാൻ, നഥാൻസ്, ഫോർദോ ആണവ കേന്ദ്രങ്ങളിലാണ് യുറേനിയം ഉള്ളത്. അതുകൊണ്ട് തന്നെ അമേരിക്ക ഈ 3 കേന്ദ്രങ്ങളിൽ കഴിഞ്ഞ ജൂണിൽ ആക്രമണം നടത്തിയിരുന്നു. എന്നാൽ ഭൂമിക്കടിയിൽ ഏറെ ആഴത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ആണവായുധങ്ങൾക്ക് ആക്രമണത്തിൽ ഒന്നും സംഭവിച്ചില്ല എന്ന് അമേരിക്കൻ ഏജൻസികൾക്ക് തന്നെ പിന്നീട് മനസ്സിലായി. എന്നാലും ആണവായുധങ്ങൾ അടങ്ങിയ റിയാക്ടറുകളെ ഭൂമിക്കടിയിലേക്ക് താഴ്ത്തി മണ്ണുകൊണ്ട് മൂടുക എന്നതാണ് അമേരിക്ക ആക്രമണങ്ങളിലൂടെ ചെയ്തിരിക്കുന്നത്. എന്നാൽ നിലവിലെ ഉപഗ്രഹ ചിത്രങ്ങൾ സൂചിപ്പിക്കുന്നത് ഇറാൻ ഇപ്പോൾ യുറേനിയം വീണ്ടെടുക്കാനുള്ള പ്രവർത്തനങ്ങൾ ആരംഭിച്ചു എന്നാണ്. ഇതാണ് ഇസ്രായേലിനെയും അതുപോലെ തന്നെ അമേരിക്കയെയും ആശങ്കയിലാക്കുന്നത്. വെടിനിർത്തലിനിടയിൽ ഇറാൻ വ്യോമ പ്രതിരോധ സംവിധാനം പുനർനിർമ്മിക്കുകയും മിസൈൽ ഡ്രോൺ ശേഖരം വർദ്ധിപ്പിക്കുകയും ചെയ്തിട്ടുണ്ട്. ആക്രമണത്തിന് തയ്യാറെടുക്കുകയാണ് ഇറാൻ എന്നതിൻ്റെ വ്യക്തമായ സൂചനയാണത്. അമേരിക്കയും യുദ്ധസന്നാഹങ്ങൾ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അമേരിക്കൻ യുദ്ധവിമാനങ്ങൾ എന്തിനും തയ്യാറായി ഇസ്രായേലിൽ നിരന്നങ്ങനെ കിടക്കുകയാണ്. ഇറാനെ പൂർണ്ണമായും മുട്ടുകുത്തിക്കാൻ വലിയ യുദ്ധം തന്നെ വേണ്ടിവരുമെന്ന്
അമേരിക്ക കണക്ക് കൂട്ടുന്നു. സമാധാന ശ്രമങ്ങളോട് ഇസ്രായേലിന് വലിയ താല്പര്യമില്ല. തുടർച്ചയായി ആക്രമണം നടത്തി ഇറാന്റെ സൈനിക ശക്തിയെ തകർക്കണമെന്നാണ് ഇസ്രായേലിന്റെ നയം. അതേസമയം യുദ്ധത്തിനെതിരെ അമേരിക്കയിൽ ജനവികാരം ആളിക്കത്തുകയാണ്. പുറത്തിറങ്ങുന്ന സർവേകളിലെല്ലാം ബഹുഭൂരിപക്ഷം ജനങ്ങളും യുദ്ധം അനാവശ്യമാണ് എന്ന് രേഖപ്പെടുത്തുന്നു. അമേരിക്കൻ പ്രസിഡന്റിന്റെ ജനപിന്തുണ ഇടിയുന്നു. യുദ്ധം ചെയ്യാൻ സൈന്യത്തിന് പണമില്ലാത്ത സാഹചര്യവുമുണ്ട്. ഇത് കണക്കിലെടുത്താണ് സമാധാന ശ്രമങ്ങൾ അമേരിക്ക നടത്തിയത്. പക്ഷേ ലോകത്തെ നശിപ്പിക്കാനുള്ള ചാവേറാകാനും തങ്ങൾ തയ്യാറാണ് എന്നിപ്പോൾ പ്രഖ്യാപിക്കുകയാണ് ഇറാൻ. യുദ്ധം അവസാനിപ്പിക്കണമെങ്കിൽ ഒന്നുകിൽ മതഭരണകൂടത്തെ പുറത്താക്കണം, ഇല്ലെങ്കിൽ ആണവ ആയുധങ്ങൾ പിടിച്ചെടുക്കണം എന്ന അവസ്ഥയിലാണ് ഇപ്പോൾ അമേരിക്ക. ഇല്ലെങ്കിൽ അമേരിക്കയും ഇസ്രായേലും ഇതിന് വലിയ വില കൊടുക്കേണ്ടി വരും. കുവൈറ്റ് വിമാനത്താവളത്തിലും ബഹ്റൈനിലെ തന്ത്രപ്രധാനമായ കേന്ദ്രങ്ങളിലുമാണ് ഇന്ന് ഇറാന്റെ ആക്രമണം നടന്നത്. US-ന്റെ 5th ഫ്ലീറ്റിന്റെ സാന്നിധ്യം ബഹ്റൈനിലാണ്. ഇതിനെയാണ് ഇറാൻ നിലവിൽ ലക്ഷ്യം വയ്ക്കുന്നത്. കുവൈറ്റ് വിമാനത്താവളത്തിലും ആക്രമണം നടന്നു. നിരവധി പേർക്ക് പരിക്കേറ്റതായി റിപ്പോർട്ടുകളുണ്ട്. ഇത്തരം സാഹചര്യത്തിലാണ് മുജ്തബയെ ലക്ഷ്യം വെച്ച് അമേരിക്ക നീങ്ങുന്നത്. വരാനിരിക്കുന്നത് സംഘർഷത്തിന്റെ നാളുകൾ എന്നതിൻ്റെ സൂചനയാണ് നിലവിലെ പശ്ചിമേഷ്യൻ സാഹചര്യങ്ങൾ പറയുന്നത്. പ്രശ്നപരിഹാരത്തിനായി കൂടുതൽ രാജ്യങ്ങൾ ഇടപെടണമെന്ന ആവശ്യവും ഉയരുകയാണ്.